ഞാൻ ഈ അൾത്താരയിൽ കയറി നിൽക്കാൻ പോലും എനിക്ക് യോഗ്യതയില്ല. ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വരുന്നത് 16/11/2022 25 വർഷമായി ഞാൻ എൻ്റെ കൂദാശ സ്വീകരണമോ ഈശോയെ സ്വീകരിക്കാനോ ഒന്നും എനിക്ക് സാധിക്കില്ലായിരുന്നു. എൻ്റെ കുടുംബജീവിതം പരാജയമായിരുന്നു. രണ്ടാമത് ഞാൻ രജിസ്റ്റർ കഴിച്ചു. അതുകൊണ്ടാണ് എനിക്ക് കൂദാശ ജീവിതം നടക്കാതിരുന്നത്. ഞാൻ ഇവിടെ വന്ന എൻ്റെ നാത്തൂനും എൻ്റെ മോളും എന്നോട് പറഞ്ഞു, ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയാണെങ്കിൽ ചേച്ചിയുടെ എല്ലാ കാര്യവും നടന്നു കിട്ടും, അമ്മ പോകണം എന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ വന്ന് 16/11/2022 ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തു. ഉടമ്പടി ജീവിതത്തിൽ എനിക്ക് ഭവനമില്ലായിരുന്നു. 25 വർഷമായിട്ട് ഭവനമില്ലായിരുന്നു. വാടക വീട്ടിലായിരുന്നു. ഞാൻ കടബാധ്യതയുണ്ടായിരുന്നു. എനിക്കെങ്കിലും എനിക്ക് ഏറ്റവും ആവശ്യമെന്ന് തോന്നിയത് എനിക്ക് എൻ്റെ നിത്യത വരെ എൻ്റെ ഈശോയെ സ്വീകരിക്കണം, എനിക്ക് അവസാന നാളിൽ എൻ്റെ ഈശോയെ സ്വീകരിച്ച് മരിക്കണമെന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം. ഉടമ്പടി ജീവിതത്തിലൂടെ ഞാൻ മുന്നോട്ട് പോയി എന്നെ ഈശോ ഒരുക്കിക്കൊണ്ട് വരികയായിരുന്നു. ഈശോയോട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, ദൂതപുത്രൻ്റെ ഉപമയിലെ മകനെ പോലെ നിൻ്റെ മുന്നിൽ ഞങ്ങൾ നിൽക്കുന്നു, ഞങ്ങളെയും സ്വീകരിക്കണമേ എന്ന് പറഞ്ഞു. അതുപോലെ പാവനിയായ സ്ത്രീയെ അമ്മയെ ഈശോയുടെ അരിക്കൽ വന്ന്, ഈശോ തെറ്റ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ട് ശിക്ഷിക്കാനാന്ന് പറഞ്ഞിരുന്നത്. അമ്മേ, ഈശോയും എന്നോട് മാപ്പ് തരണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. എന്നെ ഒരു കാണാതെ പോയ ആടിനെ തേടി പിടിച്ചില്ലേ, അതുപോലെ എന്നെയും സ്വീകരിക്കണമേ എന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. എനിക്ക് മൂന്നാമത്തെ ഉടമ്പടിയിൽ എന്നെ ഈശോയിൽ നിന്ന് മാറുമോ ഇല്ലയോ എന്ന് ഒത്തിരി പരീക്ഷണങ്ങളിലൂടെ നോക്കി എൻ്റെ പ്രാർത്ഥനാ ജീവിതം ഞാൻ മുന്നോട്ട് അച്ഛൻ്റെ ടോക്കുകളും ധ്യാനങ്ങളും ഉടമ്പടി സാക്ഷ്യങ്ങളും എല്ലാം കേട്ട് ഞാൻ മുന്നോട്ട് പോയി. എനിക്ക് ആദ്യം ഈശോയെ സ്വീകരിക്കാനല്ല എന്നെ ദൈവം ഒരുക്കിയത്, എനിക്കൊരു നല്ല ഭവനം. എനിക്ക് ഈശോ തന്നത് മൂന്നാമത്തെ ഉടമ്പടി എടുത്ത് പോയപ്പം അച്ഛൻ എന്നോട് പറഞ്ഞു, 51 എന്ന് സ്വപ്നത്തിൽ എന്നെ കാണിച്ചു. 51 ദിവസം കൊണ്ട് ഞാൻ ലൈഫ് മിഷനിൽ ഞാൻ വീടിന് വേണ്ടി അപേക്ഷിച്ചിരുന്നു. പക്ഷേ എനിക്ക് ആ ലൈഫ് മിഷനിൽ നിന്ന് അത് ക്യാൻസലായി പോയിരുന്നു. ഞാൻ എൻ്റെ പ്രമാണമെല്ലാം കൊണ്ട് ബാങ്ക് വഴിയെല്ലാം ഞാൻ കയറിയിറങ്ങി. പക്ഷേ ആരും എനിക്ക് സാധിച്ചു തരുന്നില്ലായിരുന്നു. ഞാൻ 7.5 സെൻറ്റ് സ്ഥലമുള്ളെന്നും പറഞ്ഞുകൊണ്ടാണ് എനിക്കതൊന്നും കിട്ടാതെ ഇരുന്നത്. ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കണമെന്ന് തീരുമാനിച്ചു. ഉടമ്പടി എടുത്ത് മൂന്നാമത്തെ പുതുക്കലിന് എനിക്ക് നല്ലൊരു ഭവനം തന്ന് എൻ്റെ ഈശോയും അമ്മ മാതാവും എന്നെ അനുഗ്രഹിച്ചു. പിന്നെ രണ്ടാമതാണ് 4ാമത്തെ പുതുമ്പടിയോടുകൂടി ഞങ്ങളുടെ രജിസ്റ്റർ കല്യാണമായിരുന്നു ഞങ്ങൾ കഴിച്ചിരുന്നത്. പള്ളി എറിഞ്ഞ് ഈ ഓഗസ്റ്റ് 28-ാം തീയതി ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ്, പള്ളി അറിഞ്ഞ് കല്യാണം കഴിഞ്ഞ് ഞങ്ങൾക്ക് കൂദാശകൾ സ്വീകരിക്കാനും ഈശോയെ സ്വീകരിക്കാനും തന്നു. ഈ 2 അനുഗ്രഹങ്ങളും തന്ന ഈ ഈശോയ്ക്കും അമ്മ മാതാവിനും കോടാനുകോടി നന്ദി ഞാൻ പറയുന്നു. അതുപോലെ തന്നെ ഞാൻ കാരുണ്യ പ്രവർത്തികളെന്ന് പറഞ്ഞാൽ ഞാൻ പ്രതീക്ഷാഭവനിൽ പോയി അവർക്ക് വേണ്ട കാര്യം, പ്രായമായ അമ്മച്ചിമാരുടെ ഒരിക്കൽ പോയി ഒത്തിരി കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു കൊടുക്കാം, അവർക്ക് വേണ്ട കാര്യങ്ങൾ. പിന്നെ ഒത്തിരി ബുദ്ധിമുട്ടുന്നവർക്ക് എന്നെ കൊണ്ട് കഴിവിനനുസരിച്ച് ഞാൻ സഹായിക്കുമായിരുന്നു. ഭക്ഷണം പാകം ചെയ്ത് ഞാൻ ഗവൺമെൻറ് ആശുപത്രി വഴി കൊടുക്കുമായിരുന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം മാസത്തിൽ ഞാൻ ഒരു പ്രാവശ്യം വന്ന് 2 പെട്ട് പത്രം വാങ്ങിച്ച് ഞാൻ എല്ലാം ഓട്ടോ സ്റ്റാൻഡ് വഴിയിലും ഞാൻ കട വഴിയിലും പള്ളി വഴിയിലും എല്ലാം ഞാൻ കൊടുക്കുമായിരുന്നു. ആത്മീയമായി എനിക്ക് വളരാൻ സാധിച്ചത് ഈശോയെ സ്വീകരിച്ച് കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങളോടുകൂടി ചെറുതും വലുതുമായ ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടി. എനിക്ക് സംസാരിക്കാനും പള്ളിയിൽ പോകാനും ഇപ്പം എല്ലാ ദിവസവും പള്ളിയിൽ പോകാനും ഒക്കെയുള്ള കൃപയും അനുഗ്രഹവും കിട്ടി. എൻ്റെ ഭർത്താവിനാണെങ്കിൽ പോലും വിശ്വാസമില്ലായിരുന്ന ഒരു വ്യക്തിയാണ്, അതിനും എനിക്ക് സാധിച്ചു കിട്ടി. എനിക്കെല്ലാ അനുഗ്രഹങ്ങളും എൻ്റെ ഉടമ്പടി വെച്ച കാര്യങ്ങളെല്ലാം സാധിച്ചു തരുമെന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയും.